എൻ്റെ പേര് ശശി എന്നാണ്. ഞാൻ പഠിച്ചത് ഭീമനടി ചിറ്റാരിക്കര നാരായണ ഗുരുക്കളുടെ അടുക്കൽ നിന്നാണ്. ഞാൻ പഠിച്ചത് 22 വർഷം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കിട്ടാതെ എൻ്റെ ഗുരുക്കൾ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് നാരായണ ഗുരുക്കൾ എന്നാണ്. ഇപ്പോഴേ പുള്ളി എടുക്കുന്നത് പഠിച്ച് ഞാനിവിടെ വന്ന് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് പുള്ളി മരിച്ചുപോയത്. മരിച്ചതിന് ശേഷമാണ് ഞാൻ കളരി തുടങ്ങുന്നത് തന്നെ. തുടങ്ങിയിപ്പം 40 വർഷത്തോളം ആകാൻ പോകുന്നു ഞാൻ തുടങ്ങിയിട്ട്. ഇപ്പം 2, 3, 4 ഇടത്തുണ്ട് എനിക്ക് കളരി നിലവിൽ. കൊല്ലം ജില്ല ചവറ പന്മന ആശ്രമത്തിന് തെക്കുവശത്ത് മാറിയാണ് കൃഷ്ണാനന്ദ കളരി സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇപ്പോൾ 10 വർഷം കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ പഠിച്ചു പോകുന്നവരുമുണ്ട്, പഠിക്കാൻ വരുന്നവരുമുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ നിലവിൽ ഇപ്പോൾ തുടങ്ങിയിട്ടെന്ന് പറയുന്നത് ഏതാണ്ട് 10 വർഷത്തിന് മേളിലായിട്ടുണ്ട്. ശാരീരികമായിട്ടും അവർക്ക് നല്ല ഹെൽത്തായിരിക്കും, നല്ല ആരോഗ്യപരമായിട്ടുള്ള കുട്ടികളായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു പനിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പെട്ടെന്ന് കയറി ശരീരത്തിൽ ബാധിക്കത്തില്ല. പിന്നെ സാധാരണ രീതിയിൽ കളരിയിലുണ്ടെങ്കിലുമൊക്കെ ഉളുക്കോ ചതവോ ഒക്കെ വന്നാൽ നമ്മൾ കളരിയിൽ തന്നെ അത് കാര്യങ്ങളൊക്കെ ചെയ്തു വിടാറുണ്ട്. കൃഷ്ണായനം കളരി പഠന കേന്ദ്രം പന്മന ആശ്രമത്തിന് സമീപമാണ്. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ കളരി ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. നിരവധി കുട്ടികൾ ഈ കളരിയിൽ നിന്നും പഠിച്ചിറങ്ങി നമ്മുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവർ കളരി അഭ്യാസികളായിട്ട് നടന്നു വരികയാണ്. അതേപോലെ ഇന്നത്തെ ഈ പുതിയ തലമുറ മയക്കുമരുന്നിൻ്റെയും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ പുറകെ പോകുന്നതിന് കളരി ഒരു പരിഹാരമാണ്. സമൂഹത്തിൽ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിനും അവരുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനുമൊക്കെ കളരി വളരെ ഇന്ന് സമൂഹത്തിൽ ഉപകാരപ്പെടുന്നുണ്ട്. ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ പലരും പല സ്വഭാവത്തിൽ വന്ന കുട്ടികൾ കളരിയിൽ വന്ന് ആശാര ശിക്ഷണത്തിൽ അവർ നല്ല രീതിയിൽ നല്ല കുട്ടികളായിട്ട് നല്ല സ്വഭാവ ഗുണമുള്ള കുട്ടികളായിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. സ്കൂൾ ലെവലിൽ കളരി കഴിഞ്ഞ വർഷം തൊട്ട് സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അവരുടെ നിലവാരം ഉയർത്തുന്നതിനും ഗ്രേസ് മാർക്ക് കിട്ടുന്നതിനുമൊക്കെ കളരി പഠനം ഒരു സഹായകരമാണ്. നമ്മുടെ കളരിയിൽ നിന്നുള്ള നിരവധി കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കളരി സ്കൂൾ ഗെയിംസിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് കളരി പഠിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം കേരളത്തിൻ്റെ തനത് കലയാണ് ഈ കളരി പയറ്റ്. ഇന്ന് മറ്റു ഭാഗങ്ങളിൽ ഈ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നത് അപൂർവമാണ്. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് തുടങ്ങിയ ഈ സംരംഭം നിരവധി കുട്ടികൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്ന് കളരി പഠിപ്പിക്കാനായിട്ട് ആശാന്മാരെ കിട്ടാത്തൊരവസ്ഥയാണ്. ആ സ്ഥാനത്താണ് നമ്മുടെ ശശി ഗുരുക്കൾ വളരെ ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളിവിടെ കുട്ടികളെ പഠിപ്പിച്ചു വരുന്നത്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ, അതുപോലെ പുതുതായിട്ട് നമ്മൾ ടർഫ് പണിഞ്ഞിട്ടുണ്ട്. ആ കുട്ടികൾക്ക് വിശാലമായ രീതിയിൽ ഇവിടെ കളരി അഭ്യസിക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളുടെ സർവ്വതോമുഖമായ വികസനത്തിന് വേണ്ടിയാണ് നമ്മൾ കൃഷ്ണായനം കളരി നിലനിൽക്കുന്നത്. കുട്ടികൾ സമൂഹത്തിൽ ഇന്ന് വരുന്ന എല്ലാ ദുഷ്പ്രവണതകളെയും തുടച്ചു നീക്കുന്നതിന് കളരി പഠനം ഇന്ന് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. സാറേ, ഒരു കുട്ടി നമ്മുടെ കളരിയിലേക്ക് എത്തിയാൽ എത്ര നാൾ വേണ്ടി വരും അദ്ദേഹം ഈ കളരി പൂർണ്ണമായിട്ടും അഭ്യസിച്ച് വെളിയിൽ വരാനായിട്ട്? കളരി പഠനം ശരിക്കും 18 വർഷമാണ് പഠിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഇന്നത്തെ കാലത്ത് അത് പ്രായോഗികമായുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷം ശരിക്കും പഠിക്കാൻ ഒരു ഏകദേശം നമുക്കൊരു കുട്ടിയെ നല്ല രീതിയിൽ
നല്ല അഭ്യാസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എത്ര വയസ്സ് മുതലുള്ള കുട്ടികളാണ് ഇവിടെ നമ്മൾ 5 വയസ്സുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര മെയ് വഴക്കമില്ലാത്ത കുട്ടി നമ്മുടെ കളരിയിൽ എത്തിയാലും അവരെ നല്ല രീതിയിൽ അഭ്യാസിയാക്കി വെളിയിലിറക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഓരോ വർഷവും ധാരാളം കുട്ടികളാണ് നമ്മൾ ഈ കളരിയിൽ നിന്നും വിദ്യ അഭ്യസിച്ച് വെളിയിലേക്ക് വരുന്നത്. നമ്മുടെ സ്റ്റേറ്റ് തലത്തിൽ ജില്ലാ തലത്തിലേക്കൊക്കെ എത്ര കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്? നമ്മൾ കളരിയിൽ നിന്നും നിരവധി കുട്ടികൾ ആദ്യം ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിനുള്ള വിജയികളെ നമ്മൾ സ്റ്റേറ്റിൽ മത്സരിപ്പിക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് ദേശീയ തലത്തിൽ വരെ നമ്മൾ കുട്ടികളെ വിട്ടിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള 3 കുട്ടികൾ, അവന്തിക, ആത്മജ, ശബരി എന്നീ 3 കുട്ടികൾ ദേശീയ തലത്തിൽ മത്സരിക്കാൻ പോയിട്ട് അവിടുന്ന് ഗോൾഡ് മെഡലുമായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ അലീന ചന്ദ്രൻ, ഞാൻ 9th പഠിക്കുന്നത്. ഞാൻ ഈ കളരിയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പം 6 മാസമായി. ഈ പഠിക്കും തോറും കൂടുതൽ പഠിക്കണമെന്ന് തോന്നാറുണ്ട്. ഭയങ്കര സന്തോഷമാണ് ഇത് ചെയ്യുമ്പം. എൻ്റെ പേര് ദിത, ഞാൻ 8th പഠിക്കുന്നത്. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് 3 വർഷമാവാറായി. ഇത് നമുക്ക് നല്ല ആത്മവിശ്വാസം തരാറുണ്ട്. എനിക്കിത് പഠിക്കാൻ നല്ല താല്പര്യം ഉണ്ടായതാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് തന്നെ. എൻ്റെ പേര് ശബരിനാഥ്. ഞാനിപ്പോൾ ഇവിടെ പഠിച്ചിട്ട് 10 വർഷമായിട്ട് പഠിക്കുന്നു. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു നാഷണൽ മത്സരത്തിന് പോയിട്ടുണ്ട്, ജില്ലാ, സ്റ്റേറ്റ്, അതിനൊക്കെ മെഡൽ നല്ലോണം നേടും. പിന്നെ ഒരു കോൺഫിഡൻസും പിന്നെ അവിടെ ആൾക്കാർ സംസാരിക്കാനുള്ളൊരു ധൈര്യം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. കളി പഠിക്കുന്നത് എന്തിലും ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് ദുഷ്പ്രവണതയുണ്ട്. അതിന് നമ്മൾ തടയിടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കളരി ആരംഭിച്ചിട്ടുള്ളത്. നിരവധി കുട്ടികൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കളരിയിലേക്ക് അയക്കുക, അവരെ നല്ല തലമുറയായി വാർത്തെടുത്ത് തിരിച്ച് സമൂഹത്തിന് നൽകുന്നതാണ്. ഇവിടുത്തെ ക്ലാസ്സുകൾ വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 6:30-ക്കാണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ കളരിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ മൊബൈൽ നമ്പർ 79 07 92 30 30. ഞാൻ ഗോപകുമാർ, കോർഡിനേറ്റർ. ആരോഗ്യമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ വർഷക്കാലം കൊണ്ട് നമ്മുടെ ഈ കൃഷ്ണായനം കളരി. അപ്പോൾ കൃഷ്ണായനം കളരിയുടെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കർഷകരെയും പ്രകൃതിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഒരു സെക്ഷൻ ക്ഷേത്രകലകളെയും ആയോധന കലകളെയും ജ്യോതിഷവും ആയുർവേദവും ഒക്കെ ഉൾപ്പെടുത്തി ഒരു സെക്ഷൻ ചെയ്യാൻ ആലോചിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് 6ാം ഇന്ദ്രിയം എന്ന പേരിലായിരിക്കും ആ ഒരു സെക്ഷൻ വരാൻ പോകുന്നത്. നിങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകളും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം. നമ്മുടെ വീഡിയോ തുടർന്ന് കാണാനായിട്ട് ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൺ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.